തേങ്ങാക്കൊത്ത് മെല്ലെ നമ്മളെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിടുമ്പോൾ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ കിച്ചണിലുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ന് നമുക്ക് വേറൊന്നല്ല, ഇന്നൊരു ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിനേനു. നമ്മളൊരു പെരുന്നാളായിട്ട് അപ്പുറത്തെ ഒരു ബീഫിൻ്റെ സ്മെല്ലടിച്ചിട്ട് നമ്മളൊരു ഫണ്ണി ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, കോമഡി ആയിട്ട്. അപ്പോൾ നമ്മളൊരു സുഹൃത്ത്, നമ്മളെ സ്നേഹിക്കുന്ന നമ്മളൊരു സുഹൃത്ത് നമുക്ക് കുറച്ച് ബീഫ് കൊടുത്തു തന്നിട്ടുണ്ട് കേട്ടോ, ആ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ വീട്ടിലാരുമില്ല. വീട്ടിൽ ഒരാൾ ഓരോ വഴിക്ക് പോയിട്ടാണല്ലേ. ഇങ്ങനെ ഉപദ്രവമുണ്ടോ മനുഷ്യന്? ഇങ്ങനെയൊന്നും അയലോക്കാരെ ദ്രോഹിക്കല്ലേ. മനുഷ്യ അത് ബീഫ് ഉണ്ടാക്കി വെച്ചിട്ട് മണം ഇങ്ങോട്ട് വിടുകയാണ്. പറഞ്ഞപ്പോ വീണ്ടും മണം കൂടി. അതിൽ തേങ്ങാക്കൊത്തിട്ട് അത് പിന്നെ അടങ്ങിയ കുറച്ച് മണം കുറഞ്ഞ അയലോക്കാരെ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് കിടക്കണവരും ജീവിക്കണം. കൊണ്ട് ഞാൻ തോറ്റി. ഏതായാലും കൊണ്ടു തന്നെയല്ലേ, എന്തായാലും നമുക്കൊന്ന് അടിപൊളിയായി ഉണ്ടായി കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റൗമിൽ. കുക്കറിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ച സാധനം തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഈ കുക്കറിലൊന്ന് ഇട്ട് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമായ ഉപ്പ്, കല്ലുപ്പ് ഇടുന്നത് കേട്ടോ. കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാകുമ്പോൾ നല്ല സെറ്റായിക്കോളും. മഞ്ഞൾപ്പൊടി കേട്ടോ, എന്നിട്ട് മുളക് പൊടി. കരിവേപ്പിലേൻ്റെ ഒരു കുറവ് വേണ്ട, നല്ല ടേസ്റ്റ് ആയിരിക്കും കരിവേപ്പിലേൻ്റെ മണമെല്ലാം വരുമ്പോൾ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഒരു 6-8 വിസിൽ 8 വിസിൽ അടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേണ്ട ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഏകദേശം 5-8 വിസിൽ ആയിട്ടുണ്ടേ. 8 വിസിൽ കൂടുതലായി. എന്തായാലും നമുക്കിത് വാങ്ങി വെക്കാം. ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ആദ്യം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 തണ്ട് കരിവേപ്പില അധികമായാലും സാറില്ല കേട്ടോ, കരിവേപ്പിലെല്ലാം നല്ലോണം ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പൊടികൾ ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ കുക്കറിലിടുമ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിന്, അവിടെ കുറച്ചിട്ടാൽ മതി മഞ്ഞൾപ്പൊടിയെല്ലാം. മുളക് പൊടി ആവശ്യത്തിന് എരിവ് വേണ്ടെങ്കിൽ നല്ലോണം ഇടണം കേട്ടോ. നമുക്കിവിടെ അങ്ങനെ എരിവ് ആവശ്യമില്ല ആയിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ടേ, കുറച്ച് ശകല ഉപ്പ് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ, ബാക്കി നമുക്ക് നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇടാം. അങ്ങനെ മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും മഞ്ഞപ്പൊടീൻ്റെയും ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം നല്ല മസാലയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നേരത്തെ ചേർക്കേണ്ടിയിരുന്നു, അത് മറന്നുപോയി. സാറില്ല, തക്കാളീൻ്റെ പിറകെ കിടന്നങ്ങ്. അങ്ങനെ നമ്മളെ ബീഫിൻ്റെ മസാല രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, തക്കാളിയെല്ലാം ഉടഞ്ഞിട്ട് നല്ല എന്താ പറയണ്ടേ, അടിപൊളി നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ, ഈ വെള്ളം അടക്കോ. അപ്പോൾ നമ്മൾ മൊത്തം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഈ കുറച്ച് വെള്ളമില്ലേ, ആ വെള്ളം വറ്റി ഇതിൻ്റെ മസാലയിൽ ഈ കഷ്ണത്തിന് പിടിച്ച് സെറ്റാവണം. ഇത് വറ്റി ഡ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ സംഭവം ഏകദേശം നമ്മളെ വറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മളെ ബീഫ് മസാല. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ഫൈനൽ പരിപാടിയും കൂടി ഉണ്ട്. ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കുക. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ തേങ്ങ കൊത്ത് കേട്ടോ, ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. തേങ്ങ കൊത്ത്.
അങ്ങനെ തേങ്ങേൻ്റെ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മസാല, തേങ്ങാക്കൊത്തിലാണ് ഈ ബീഫിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. തേങ്ങാക്കൊത്ത് മെല്ലെ നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതിടുമ്പോൾ. അടിപൊളി സ്മെല്ലാണ്. ഇപ്പം നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരലങ്കാരത്തിന് കുറച്ച് കരിയാപ്പില മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പം നമ്മളെ ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് എടുക്കാം. എന്തായാലും സമയം 2 മണിയായി. കുറച്ച് ചോറും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടേ. നമുക്ക് നമ്മൾ ബീഫൊന്ന് നോക്കാം. നല്ല സ്മെല്ലുണ്ടേ. നല്ല ഇതാ ഒരു ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചോറ് നോക്കാം. അടിപൊളി. ഞാൻ തിന്നിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നൊരു ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ കിട്ടിയാൽ ബീഫ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഇത്രയേ പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.